Magic morning, sir. മാജിക് മോർണിംഗ് ഒരു അനക്കൂലാതെ എന്ത് പറ്റി? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. Magic morning, sir. Magic morning. മാജിക് മോർണിംഗ് Good morning, sir. മാജിക് മോർണിംഗ് ആരാണ്? അബ്ദുൾ റസാഖ് സാർ, എന്താ പരിപാടി? എന്താ നമ്മളെ ആങ്കർമാരും ചോദിക്കുക. ഞാനതാണ് ആലോചിക്കണേ. ആരും എല്ലാവരും ഉറങ്ങിപ്പോയി തോന്നുന്നു. മെഡിറ്റേഷൻ കഴിഞ്ഞു. ടോട്ടൽ 17 പേരുണ്ട്. അതിലിപ്പോ ഞാനും മണിസാറ് ജീവിച്ചിരിക്കണുള്ളൂ എന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഓഫ് ആക്കി ഇരിക്കുകയുള്ളൂ. ക്യാമറ ഒക്കെ ഒന്ന് ഓണാക്കി ഒന്ന് എല്ലാവരും ഉഷാറായിട്ട് എന്താണ് എന്താ ഇത് ഇങ്ങനെ പറഞ്ഞാല്. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഇതില് ഇവര് എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ഇവർ പോലെ ഉറങ്ങിയോ എല്ലാവരും? വരട്ടെ റോസാലി മാം വരട്ടെ. ഓ, ശരി. നമ്മള് പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ മെമ്പർമാരല്ല. എന്തെങ്ങനെ തണുത്തുകൊണ്ട് മഴ ചെയ്തിട്ടാണോ? ഇവിടെയൊക്കെ ഭയങ്കര മഴയാ. പിന്നെ അതിന്റെ ഒരു തണുപ്പുണ്ടാവും. മഴ നോക്കി എടുത്തതാണ്. വരട്ടെ. ശരി, എന്താ ശൈനയൊക്കെ വരുന്നത്? ദിവ്യ മാം ഒന്ന് വരൂ. സമീറ, സിന്ധു മാം, ഞങ്ങള് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിക്കോളി. എന്നാലും ക്യാമറ ഓൺ ആക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല മഴയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് ബി എ ലീഡർ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 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 കോൺസെപ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ലൈക്ക് ഇപ്പൊ ഇതിനകത്ത് കുറച്ചധികം പേരുണ്ട്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ നമ്മുടെ ചിന്ത എന്താണ്? ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അത് ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും, അങ്ങനെ അല്ല. ഇതിൽ കുറച്ച് പേരിലോട്ട് എല്ലാവരും പറയണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യിക്കാറ്? നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഹാപ്പി, അതോ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്? അത് രണ്ട് ഐറ്റംസ് ഉണ്ട്, രണ്ടുമുണ്ട്. കാരണം ചില ജോലികൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്താലേ ഒന്നുകൊണ്ട് റെഡി ആവുള്ളൂ. നമ്മളെ മൈൻഡിൽ റെഡി ആവുള്ളൂ. മറ്റുള്ളവർ ചെയ്താൽ അതിനേക്കാൾ ഉഷാറാവും ചിലപ്പോ. അതല്ല, ഇപ്പൊ നമ്മുടെ ഓഫീസിലൊക്കെ ആണെങ്കിലേ നമ്മളെപ്പോഴും സാധാരണ ഇതിൽ എല്ലാവരുടെയും ഒരു ചിന്ത എന്താണ്? നമ്മൾ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്നല്ലേ? അങ്ങനെയുള്ളവരല്ലേ നിങ്ങൾ എല്ലാവരും ഭൂരിഭാഗം പേരും? ആണോ അല്ലേ? തീർച്ചയായിട്ടും. അല്ലാത്തവര് അപ്പൊ എന്താ നിങ്ങൾക്ക് സംഭവിക്കുക? നമ്മൾ തന്നെ എല്ലാം ചെയ്യുമ്പോ ഇപ്പൊ വീട്ടില് പോട്ടെ, ഇനിയിപ്പോ ആരും ജോലിക്കോളോ അല്ലെങ്കിൽ വീട്ടിലെന്താ അവസ്ഥ? കടയിൽ പോകുന്നത് നിങ്ങളായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ ഇനി കറിയും വെക്കണം, ഇത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ഡ്രസ്സ് തയ്ക്കണം, അതല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോ നമ്മളാണെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം. സത്യത്തിൽ ഇങ്ങനെ നമ്മൾ എല്ലാം ഓടി നടന്ന് ചെയ്യുമ്പോ എന്താ സംഭവിക്കുക? നമുക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് ക്ഷീണിക്കും, മടുക്കൂല ജീവിതം കുറച്ച് കഴിയുമ്പോഴേക്കും. വീട്ടു ജോലികൾ സഹിക്കും എന്ന് തോന്നും, ശരിയാക്കൂ എന്ന് തോന്നാറുണ്ട്. ഓക്കെ, വീട്ടു ജോലികൾ ഞാൻ ചെയ്താലും ശരിയാവും എന്ന് തോന്നാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. ലൈക്ക് WTEAM എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഇതില് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെലിക്കേഷൻ എന്ന പ്രോസസ്സ്. ഞാനിത് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ് അറിയാവുന്ന ഒരാളാണ് ആയിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിൽ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊക്കെ കുറച്ചും കൂടി ഒരു ഒഫീഷ്യൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മള് ഒരു വർക്കൊക്കെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഞാനിപ്പോൾ ആ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. അപ്പൊ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ സബോർഡിനേറ്റ്സ് കുറെ പേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരിക്കലും ചെയ്യൂല സബോർഡിനേറ്റ്സിനെ വിളിച്ചിട്ട് ലെറ്റർ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറയൂല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം, അപ്പൊ ഞാൻ കുത്തിരുന്ന് അങ്ങ് ടൈപ്പ് ചെയ്യും, പടപടാന്ന് ടൈപ്പ് ചെയ്യും, ഞാൻ അത് എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ചെയ്യും, ഞാൻ തന്നെ അത് പോസ്റ്റ് ചെയ്യും. ഇത് കുറെ വർഷങ്ങൾ തുടർന്നു പോയി. ലെറ്റർ മാത്രമല്ല, ഏത് വർക്കാണെങ്കിലും, ഇങ്ങനെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യേണ്ട വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു
കാര്യം എന്ന് വെച്ചാൽ ഒരു ഈസിനെസ് നോക്കുന്ന. ഇപ്പൊ ഞാൻ റോസ്ലിനെയോ അതല്ലെങ്കിൽ ഷൈനിയോടൊക്കെ പറയണം എനിക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തരണം എന്ന് ഞാൻ പറയാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ നിങ്ങളോട് കോൺസെപ്റ്റ് പറയണം, ഇതാണ് കോൺസെപ്റ്റ്, നമ്മൾ ഇന്ന കമ്പനിക്ക് ഇന്ന കാര്യം അയക്കണം, അതിൽ ഇന്ന മാറ്റർ ഒക്കെ വെക്കണം. ഞാൻ ഈ പറയുന്നതിന്റെ പകുതി നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്നിട്ട് നിങ്ങൾ പോയിട്ട് അവിടെ കുറെ നേരം ആലോചിച്ച്, ചിലപ്പോൾ ഞാൻ 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കുറെ നേരം ആലോചിച്ച് ചിലപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടുവരും. അത് മുഴുവനും 90% എന്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്, 90% എനിക്ക് അക്സെപ്റ്റ് ആവില്ല. അപ്പൊ ഞാൻ വെട്ടും, പിന്നെ ഞാൻ കൊടുക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട പരിപാടി മിക്കവാറും 1 ദിവസം 2 ദിവസമൊക്കെ എടുക്കും. ഇത് വിചാരിച്ചിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ തന്നെ ചെയ്യും. ഇനി അത് മാത്രമല്ല, ഞാനിപ്പോ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന റോസ്ലിനോട് ഒരു വർക്ക് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചു. റോസ്ലിൻ കുറെ നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു സാറേ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറ്റുന്നില്ല, നോക്കിയിട്ട് ഇത് ശരിയാവണില്ല സാറേ എന്ന് പറഞ്ഞാല് എന്താ നീ പൊക്കോ ഞാൻ ചെയ്തോളാം പറയും. നിനക്ക് ചെയ്യാൻ പറ്റില്ല വേണ്ട ഞാൻ ചെയ്തോളാം. ആ വർക്ക് നമ്മൾ ഏറ്റെടുക്കും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഒരു ഇഞ്ച പരുവായി. എന്നുവെച്ചാൽ എനിക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ്, അത് നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും ഒരു ചിന്ത, നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ് ഞാൻ ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായി. ഇല്ല ഞാനല്ല ചെയ്തത്, കമ്പനിയിലെ സാറുമാരുടെ മുമ്പിൽ കാണിക്കാം, അല്ലെങ്കിൽ വീട്ടില് കാണിക്കാം ഞാനാണ് ചെയ്തത് ഭയങ്കര സെറ്റായെന്നൊക്കെ. അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും. ഈ പറഞ്ഞ സബോർഡിനേറ്റ്സിനാണെങ്കിൽ നല്ല ഈസി അല്ല, പതുക്കെ ചെന്നിട്ട് അവർ പറയും സാറേ ഇത് ശരിയായില്ലടാ, ഇത് പറ്റണില്ല സാർ എന്ന് പറയും. പക്ഷെ എന്റെ ബോസ് ഉണ്ടായിരുന്നു, ആ മനുഷ്യൻ നേരെ തിരിച്ചാണ്. ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ചെന്നാണ്. ആൾക്കും കുറച്ച് ഐഡിയ ഉണ്ട്. പുള്ളി എന്നോട് പറയും ഓക്കെ ഓസ്റ്റിൻ നമുക്കൊരു പ്രസന്റേഷൻ ഉണ്ടാക്കും. ഞാൻ ജീവിതത്തിൽ പ്രസന്റേഷൻ ഉണ്ടാക്കിയില്ല, നീ അതങ്ങ് ചെയ്യാൻ പറയും. ഞാൻ അത് ചെയ്തിട്ടുണ്ടോന്നോ, ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ചിന്തയില്ലാതെ പുള്ളി പറയും. ഞാൻ പിന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി പറയും ഇത് ശരിയായില്ല, അത് ശരിയായില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ചിലപ്പോൾ അതുവരെ പുള്ളിക്ക് പോലും ഐഡിയ ഉണ്ടാവില്ല ഇത് എങ്ങനെ ചെയ്യണം. അപ്പൊ ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പുള്ളി പറയും ഇല്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ പരാതിയും, ഞാൻ എന്റെ എന്താ പറയാ, നമ്മൾ സ്ഥാപനമൊക്കെ അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് നാളെ മുമ്പ് വരെ എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് വെച്ചാൽ ഓസ്റ്റിൻ യു ആർ നോട്ട് ഡെവലപ്പിംഗ് യുവർ ടീം. നീ പോയി കഴിഞ്ഞ പ്രളയമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ആൾക്കാരെ എത്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുകളിലുള്ള മുതലാളിക്ക് ഭയങ്കര പേടിയാണ്, ഇപ്പൊ നാളെ ഇവനെങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ അവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഇത് കമ്പനിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴാണ് താഴെയുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ എന്താവുന്നത്. നമ്മൾക്കും ചിന്തയുണ്ട്, ദൈവം ഞാൻ ഇത് നമ്മുടെ താഴെയുള്ള ലീഡർഷിപ്പിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവര് എന്നോട് പറയൂ നീ ഇറങ്ങി പൊക്കോടാ ഇവര് ചെയ്തോളും എന്ന് പറയുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ലൊരു ലീഡർ ആവാൻ അതേഴ്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ശരിക്കും ഒരു മാനേജ്മെന്റ് കോൺസെപ്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഓഫീസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ലീഡേഴ്സിനാണ് ആവശ്യം. വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ലൈക്ക് ഞാൻ ഇത് നിങ്ങളൊന്ന് വളരെ ഷോർട്ടായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഷോർട്ട് ഫോമിലേക്ക് ആക്കിയത്. ഇതിന്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. 1 second. Okay. Let me share. ഒരു സെക്കൻഡ്. ഇല്ല ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തു. W ടൈം. നമ്മള് ഈ W ടൈം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു W ടൈം എന്ന് പറഞ്ഞ ഒരു വേർഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യും. ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വ്യക്തികളും ഈ W ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇവരാരും രക്ഷപ്പെടില്ല. അത് കാര്യം അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ കുറച്ചേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ലീഡർഷിപ്പിനെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് ഞാൻ കണ്ടത് അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുക ഒരു വർക്ക് ചെയ്യിക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കുകൾ ഇതാണ്. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് ഗോ എലോൺ, ബട്ട് ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ
ഗോ ആസ് എ ടീം. നിങ്ങൾക്ക് വേഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേഗത്തിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ വേഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാം. പക്ഷെ ഒരുപാട് ദൂരം, കാലങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് ദൂരം പോകണമെങ്കിൽ ഗോ ആസ് എ ടീം. ഇപ്പൊ നിങ്ങൾക്ക്, ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ച ഏറ്റവും വലിയ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ, ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ, ഒരു MOU ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ, ഞാൻ ചെയ്യുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് ആസ് എ ഫാസ്റ്റ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത് ഒരുപാട് നാൾ എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ സ്ഥാപനം തന്നെയാണെങ്കിൽ, ഞാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ഥാപനമായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ സ്ഥാപനം ഓൾറെഡി ആ ഫംഗ്ഷൻ ആയി, അത് വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ സ്ഥാപനം ഓൾറെഡി ഇനാഗ്രേഷൻ സ്റ്റേജിലാണ് എറണാകുളത്ത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലെയും വർക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്ന് കഴിഞ്ഞാല് എനിക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനില്ല. അപ്പൊ ഞാൻ എന്റെ കീഴിൽ എന്റെ ടീമിനെ ഡെവലപ്പ് ചെയ്ത് അവരെ മോണിറ്റർ ചെയ്ത് അവരെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് എനിക്ക് പറ്റുള്ളൂ. ഞാൻ ഈ ഒരു തുടക്കത്തിൽ ഈ ചിന്തയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഡ്യൂട്ടീസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പണികൾ ഒരുപാട് കിട്ടി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവരിത് അഡാപ്റ്റഡ് ആവാൻ തുടങ്ങി, ഇവരിത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ കൊണ്ടെന്ന് വെച്ചാൽ കുറെ സമയം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് മോണിറ്റർ ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ലീഡർ ആവണം. ആ ലീഡേഴ്സിന് മാത്രമാണ് ഈ ഭൂമിയിൽ സക്സസ് ആവാനായിട്ട് പറ്റുള്ളൂ. കാര്യം ഒരു കാര്യം എത്ര നാളെ നമ്മൾ ചെയ്യാൻ പറ്റും? നമുക്കിത് എല്ലാ റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ WTEAM എന്ന് ഞാൻ പറഞ്ഞു, ഇതില് ഓരോ വേർഡ്സിനും ഓരോ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് W ആണ്. ഈ W എന്ന് പറയുന്നത് അതർ പീപ്പിൾ വർക്ക് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. മറ്റുള്ള ആൾക്കാരുടെ വർക്ക് നമ്മുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതർ പീപ്പിൾസ് W എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കി. എന്തൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അതർ പീപ്പിൾ വർക്ക് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? ആർക്കും പറയാനില്ല. മറ്റുള്ളവരുടെ വർക്കൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം? ഒരു ഐഡിയ ഇല്ല. ജോലി സ്ഥലത്തൊക്കെ പോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിൽ ആരെങ്കിലും ഇല്ല. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കോൺസെപ്റ്റ് പറയാം. ലൈക്ക് നമ്മളിപ്പോ നമ്മുടെ ഒരു ജോലി സ്ഥലം, നമ്മുടെ വീട് എടുത്തു. ഏറ്റവും നല്ല എക്സാമ്പിൾ വീടാണ്. ഇപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞാൽ, ഈ ക്ലാസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാൻ ഇതിങ്ങനെ ബ്രേക്ക് ഔട്ട് റൂം ആക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ നമുക്കൊരു പോയി ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് വരായിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന കുറെ വർക്കുകൾ ഉണ്ട്. ഈ വർക്കുകൾ നമ്മൾ തന്നെ ചെയ്യണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ വർക്കുകൾ നമ്മൾ തന്നെ ചെയ്ത് ഇതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ക്രിട്ടിക്കാലിറ്റി എത്രയുണ്ടെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ അമ്മമാരെ നോക്കിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാവും. ഈ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുക, അതല്ലെങ്കിൽ ടെലിഫോൺ ബില്ല് അടയ്ക്കുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ എല്ലാ പണി നിർത്തിയിട്ടാണ് നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുക. നമ്മൾക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ പോയി വാങ്ങിയില്ലെങ്കിൽ മോൻ മേടിച്ചുകൊണ്ടിരുന്ന സാധനം ചിലപ്പോൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഞാൻ പോയി നോക്കിയാലേ നല്ല ബെസ്റ്റ് സാധനം കിട്ടുള്ളൂ. അവൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോശം സാധനം മേടിച്ചിട്ടുണ്ടോ. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ വീട്ടിലെ കാര്യം വെച്ച് പറയണേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ചീഞ്ഞ ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 രൂപയായിരിക്കും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടും സമയം നോക്കി കഴിഞ്ഞാല് നമുക്ക് ആ സമയം എഫക്റ്റീവായിട്ട് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആണോ അല്ലയോ? നമ്മൾ എക്സോസ്റ്റഡ് ആവില്ല. ഇപ്പം അമ്മമാരൊക്കെ ഉണ്ട്, വീട്ടിലെ വർക്കൊക്കെ ചെയ്യുമ്പോൾ പറയുന്ന കാര്യം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു സബോള അരിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം എടുത്തോണ്ടിരാൻ നമ്മുടെ മക്കളെ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കിയേ. ഞാൻ ഇതെന്താ ഫാമിലി കോൺസെപ്റ്റിൽ പറഞ്ഞാൽ, ഇവിടെ കൂടുതലും അമ്മമാരും വീട്ടുകാരായതുകൊണ്ടാണ്. നമ്മുടെ ഫാമിലി കോൺസെപ്റ്റില് നമ്മുടെ മക്കളെ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കിയേ. ഒന്ന് അടിച്ചു വാരാ, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ സബോള എടുത്തോണ്ടിരാ, അല്ലെങ്കിൽ നന്നാക്കുക. ഇവര് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് അറിയോ? ഇവര് ഡെവലപ്ഡ് ആവും ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്
ഒരു പരാതി എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കല്യാണം കഴിച്ചിരുന്ന പെണ്ണുങ്ങൾക്ക് മുറ്റം അടിക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം ജിമ്മിൽ നമ്മുടെ ഒരു ഇൻസ്ട്രക്ടറുടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിന് അവള് സ്ഥിരമായിട്ട് ജിമ്മിൽ വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ പറഞ്ഞ കേസ് ഒരു കറി വെക്കാൻ പോലും അമ്മ പഠിപ്പിച്ചിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് 25 വയസ്സിലേക്ക് വരുന്ന കുട്ടിക്ക് കറി വെക്കാറുണ്ടൂടാ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അമ്മയ്ക്ക് വയ്യാണ്ടേ അതപ്പം വെച്ചോളൂ. അപ്പൊ നമ്മള് ഒരു കാര്യവും ഡെലിക്കേറ്റ് ചെയ്യാതെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ വിടുന്ന സമയത്ത് ഒന്ന് നമ്മുടെ ലൈഫ് ഭയങ്കര എക്സോസ്റ്റഡ് ആവും, രണ്ട് നമ്മൾ ആ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലും നമ്മളെല്ലാ വർക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യില്ല, അവർ വെറുതെ വളരെ കൂളായിട്ടിരിക്കും. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഒരു പൊസിഷൻസിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ വർക്കൊക്കെ മറ്റു താഴെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു സീനിയർ പോസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് കാര്യം ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാൻ എഴുതിയാലേ റെഡി ആവുള്ളൂ എന്നുള്ളൊരു താങ്ക് യു സിന്ധു. നമ്മൾ ആ ഒരു ഇത് മാറ്റിയിട്ട് കുറേശ്ശെ ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങണം. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അതേ ഫാസ്റ്റിലോ സ്പീഡിലോ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് യു ഹാവ് ടു ഡു എലോൺ. നിങ്ങളുടെ ആ ഒരു ഐഡിയയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ പതിയെ പതിയെ എന്ത് സംഭവിക്കുക വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം റെസ്റ്റ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് സമയം ചിന്തിക്കാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ട പോലെ ഒരുപാട് വായിക്കാനും ചെയ്യാനൊക്കെ കിട്ടും. ഞാൻ എൻ്റെ വീട്ടില് കുറേയൊക്കെ നമ്മളത് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളൊരു കാര്യങ്ങൾ ഇപ്പൊ കടയിൽ പോക്ക് ഞാൻ ഇപ്പൊ പോകാറില്ല. വല്ലപ്പോഴും നമ്മളൊരു ടൗണിൽ നിന്ന് പോയി വരുമ്പോൾ മേടിക്കുന്നല്ലാതെ കടയിൽ സാധനം മേടിക്കുന്നത്. പണ്ട് വൈഫ് വരും, നിങ്ങൾ പോന്ന് ചേട്ടാ നിങ്ങളൊന്ന് പോയി മേടിച്ചോണ്ട് വരും. ഞാൻ പണിയടി 2 ആമ്പിള്ളേർ എനിക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഞാൻ ഇതിനെ പണിയെടുക്കുന്നേ, ഞാൻ ഇതിനാ പണിയെടുക്കണേ, കാശ് കൊടുത്ത് വിടും. അപ്പൊ ആദ്യമൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് പൈസ കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. ചിലപ്പോൾ പൈസ ഇല്ലെങ്കിൽ അവർ കണക്കൊക്കെ കൂട്ടി അപ്പൊ ഇത്ര പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വന്ന് വാങ്ങിയിട്ട് പോകും. എന്റെ പെൺകുട്ടികൾ വരെ ഇപ്പം അവൾ എത്ര 3-ാം ക്ലാസ്സിലൊക്കെ ആയുള്ളൂ, ഏളയവള് 3-ലും മറ്റു മൂത്തോള് 5-ലാണ്. അവര് വരെ കടയിൽ പോയിക്കോളും. അപ്പൊ അവർക്കൊരു എക്സ്പീരിയൻസ് ആണ് പൈസ കൊടുക്കാനും അതിന്റെ ബാക്കി വാങ്ങാനും സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു കാര്യം. അവർക്ക് അവരുടെ ലൈഫിൽ വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവര് ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റും, 10 രൂപ സംഘടനകളൊക്കെ മാറും. പക്ഷെ ഓക്കെ, നോ പ്രോബ്ലം, നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. അപ്പൊ ദേ വിൽ ഓൾസോ ഗെറ്റ് എ കോൺഫിഡൻസ്. അപ്പൊ നമ്മൾ ഇത്ര നാൾ ഈ പണിയെടുത്തില്ലേ, ഇനി എന്തിനാണ് ഈ വീണ്ടും വീണ്ടും നമ്മൾ ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ കുറേം കൂടിയും ഒരു ഒരു എന്താ പറയാ ഒരു ഫ്രീനെസ് ഉണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവരും കൂടി വളരും. അതല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കുറെ എണ്ണത്തിനെ വളർത്തി വിട്ടിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവര് ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് പഠിച്ചോട്ടെ ഇറ്റ്സ് ക്വൈറ്റ് ടഫ്. അപ്പൊ ഒന്നാമത്തെ W എന്ന് പറയുന്നത് അതർ പീപ്പിൾ വർക്ക് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതർ പീപ്പിൾ ടൈം ആണ്. ടൈം ഈസ് മണി. നമുക്കറിയാം ഒരുപാട് സമയമുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ബിസിനസ് കോൺസെപ്റ്റിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് ഇപ്പൊ നമ്മൾക്ക് ഒരാള് ഇപ്പൊ ഞാൻ എന്റെ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് സാലറി മേടിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ആ സാലറി വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ കീഴിൽ കുറെ പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ സമയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രിട്ടിക്കൽ ആയിട്ട് ഒരു മീറ്റിംഗ് എടുക്കാനോ ഒരു ബിസിനസ് ഡീൽ ക്ലോസ് ചെയ്യാനോ ഒക്കെ എനിക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് ഞാൻ വെറുതെ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ സമയം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്ന് നോക്കാം. ഇപ്പം പലരും ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന പലരും ട്രെയിനേഴ്സ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ആളുകൾക്കൊക്കെ പൈസ കൊടുക്കാൻ പാടില്ല. എനിക്ക് ആ മടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വീഡിയോ ഉണ്ടാക്കി അത് എഡിറ്റ് ചെയ്ത് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വെക്കണമെങ്കിൽ എഡിറ്റ് ചെയ്യാനാണ് ചിലപ്പോൾ 500-1000 ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താ വെച്ചാൽ, ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്കറിയണ്ട. ആ സാധനം കൂടി ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ 500 രൂപ ലാഭമായല്ലോ, 1000 രൂപ ലാഭമായല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ആ പൈസ കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാല് എന്റെ വാല്യൂ ലൈക്ക് എന്റെ ഇതിന് എത്ര വാല്യൂ. ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും വലിയ വലിയ ഫിലിം സ്റ്റാർസിനൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്. നമ്മൾ അയക്കുന്ന മെസ്സേജിനൊക്കെ മറുപടി കിട്ടുന്നത്. ആരാണ് ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരിക്കലും സെലിബ്രിറ്റീസ് അല്ല. പിന്നെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അവരുടെ കീഴിലുള്ള അല്ലെങ്കിൽ അവര് അസൈൻ ചെയ്തിട്ടുള്ള ഏജൻസീസ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പേ ചെയ്യുന്നുണ്ട്, മാസം 10,000 20,000 കൊടുക്കും. ആ 20,000 കൊടുക്കുന്നുണ്ട് അവന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമും ജനറേഷൻസും ബാക്കി എല്ലാം ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ ആളുകളാണ്. ഇപ്പം ഞാൻ ഈ ടൈമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അത് വലിയൊരു കോൺസെപ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരു ഓൺലൈൻ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ വേറെലേക്കൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരുടെ സമയത്ത് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യണം.
ഓൺലൈനിൽ ആളുകളെ കൂലിക്ക് കിട്ടും മണിക്കൂറിന്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇപ്പൊ പല പ്രശസ്തരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ എഴുതണം, നിങ്ങളുടെ സ്വന്തം പേരിൽ എഴുതണം, അത് പബ്ലിഷ് ചെയ്യണം, നിങ്ങൾ വലിയ ആളാണെന്ന് വിചാരിച്ചു. ഓൺലൈനിൽ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി തരുന്ന ആൾക്കാർ കിട്ടും. നിങ്ങൾ അവരോട് കോൺസെപ്റ്റ് മാത്രം പറയാം, എന്റെ ആശയം ഇതാണ്, ഈ ആശയം വെച്ചിട്ട് എനിക്കൊരു നല്ലൊരു ആർട്ടിക്കിൾ എഴുതി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മണിക്കൂറിന് ആ പൈസയും കൊടുത്താൽ അവർ ആർട്ടിക്കിൾ എഴുതി തരും. അത് പബ്ലിഷ്ഡ് ആവുന്ന നിങ്ങളുടെ പേരിലായിരിക്കും. ബുക്ക് വരെ എഴുതി തരും ആൾക്കാർ. നാളെ നിങ്ങൾക്ക് ഒരു ബുക്ക് പബ്ലിഷർ ആവണോ, നിങ്ങൾ ആശയങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഒന്നോ രണ്ടോ മീറ്റിംഗിൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെയാണ്, എന്റെ ഒരു മനസ്സിലെ ആശയങ്ങൾ എങ്ങനെയാണ്, ഇതെനിക്കൊരു ബുക്ക് ആക്കണം. അപ്പൊ അവർ ആ ബുക്കിന്റെ ഡ്രാഫ്റ്റ് എഴുതി തരും. അത് നമ്മൾ കറക്ഷൻസ് ചെയ്യുക, അതിനകത്ത് ആഡ് ചെയ്യാനെങ്കിലും ഡിലീറ്റ് ചെയ്യാനെങ്കിലും ചെയ്യുക. യു വിൽ ബിക്കം എ ബുക്ക് പബ്ലിഷർ, അല്ലെങ്കിൽ ഒരു ബുക്ക് റൈറ്റർ ആയിട്ട് നിങ്ങൾക്ക് മാറും. കാര്യം ആശയം നിങ്ങളുടേതാണ്. ആശയം വേണമെങ്കിൽ അവർ തരും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിബോധം നമുക്ക് വേണമെന്ന്. അപ്പൊ ആളുകളുടെ സമയത്ത് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഒരു ലീഡർ എപ്പോഴും പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മറ്റുള്ളവരുടെ വർക്കുകൾ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, അതുപോലെ അവരുടെ സമയത്തെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യും, അതിനുള്ള കോസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. മൂന്നാമത്തെ W നമ്മൾ കണ്ടു, ടൈം കണ്ടു. ഇനി അതിലും വലിയൊരു സംഭവമാണ് അതർ പീപ്പിൾസ് ഐഡിയ. മറ്റുള്ളവരുടെ ഐഡിയ അടിച്ചു മാറ്റുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവരുടെ ഐഡിയാസ് നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം വാട്സപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ആക്ച്വലി സുക്കംബർഗിന്റെ ആയിരുന്നില്ല. അത് രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റിന് ഫൈനലി സുക്കംബർഗ് അത് വാങ്ങിക്കുകയായിരുന്നു. അതായത് ഇത് വേറെ രണ്ടുപേരുടെ ഐഡിയ ആണ്, പക്ഷെ അത് ഇന്നിപ്പോ ഫേസ്ബുക്കിന്റെ ഓണായി ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി. അതുപോലെ ഈ ബിസിനസ്സിൽ നമ്മൾ കാണുന്ന ഇതിൽ ഏറ്റവും രസകരമായ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. മാക്ഡൊണാൾഡ്സ് കേട്ടിട്ടുണ്ടോ? മാക്ഡൊണാൾഡ്സ് അറിയോ ആർക്കെങ്കിലും? അറിയോ മാക്ഡൊണാൾഡ്സ്? മണി സാറേ, നിങ്ങൾക്കെങ്കിലും അറിയോ? ബർഗേഴ്സ്. മാക്ഡൊണാൾഡ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡാണ്. KFC പോലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡാണ് മാക്ഡൊണാൾഡ്സ്. ഈ മാക്ഡൊണാൾഡ്സ് ഇനിയൊക്കെ ശ്രദ്ധിച്ചോട്ടാ. മാക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ ബ്രാൻഡാണ്. ഈവൻ മറ്റേ ഞാൻ ഒരു പ്രാവശ്യം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള സുക്കംബർഗ് ഹണിമൂൺ പോയി കഴിഞ്ഞപ്പോ മാക്ഡൊണാൾഡ്സ് കയറിയിട്ട് ബർഗർ. അമേരിക്കയിൽ ഏറ്റവും ക്വാളിറ്റി എന്നാൽ പ്ലസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ്. ഈ മാക്ഡൊണാൾഡ്സിന്റെ ഐഡിയ ശരിക്കും ഒരു 2 ബ്രദേഴ്സിന്റെ ആയിരുന്നു. ഇവര് രണ്ടുപേരും കൂടി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഫുഡിന്റെ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവര് ബർഗേഴ്സ് വിൽക്കുന്നുണ്ട്. ഇത് ബർഗേഴ്സ് വിൽക്കുന്ന ആൾക്കാരൊക്കെ വാങ്ങുന്നു. അപ്പൊ അവർക്ക് വേറൊരു ഐഡിയ തോന്നി. ആൾക്കാർക്ക് വണ്ടി, അമേരിക്കയിലൊക്കെ ഇങ്ങനെ അറിയാലോ, കാർ കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ കാറിൽ കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാന്നുള്ളൊരു ഐഡിയ തോന്നി. അങ്ങനെ അതും ഭയങ്കര സക്സസ് ആയി. പിന്നെ ഇവര് ഡ്രൈവ് ഇൻ റെസ്റ്റോറന്റ് പോലെയാക്കി. അതായത് വണ്ടി ഇങ്ങനെ വരിക, അപ്പൊ നമ്മളിവിടെ ഈ സൈഡിൽ ഓർഡർ കൊടുക്കുക, തിരിച്ചിപ്പുറത്ത് ഇറങ്ങി വരുമ്പോഴേക്കും ഫുഡ് വരും. അത്ര ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ആണ്. പക്ഷെ ഈ 2 ബ്രദേഴ്സ് ഇത് ചെയ്ത് കഴിഞ്ഞ ഈ ഐഡിയ ഏറ്റവും നന്നായിട്ട് വർക്കായി. എന്നുവെച്ചാൽ ആ 2 സ്ഥലത്ത് ഭയങ്കര 2 ഷോപ്പ് തുടങ്ങി. ആ 2 ഷോപ്പിലും ഭയങ്കര കച്ചവടമാണ്. അപ്പൊ ക്രെക്ക് എന്ന് പറഞ്ഞ ഒരാള് അയാള് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ. സാധാരണ എനിക്ക് തോന്നുന്നു ഈ ജ്യൂസ് ഉണ്ടാക്കണ ഒരു മെഷീൻ വിൽക്കുന്ന ആളാണ്. അയാൾ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളിയാണല്ലോ, ഡ്രൈവ് ഇൻ റെസ്റ്റോറന്റ് പോലെ. ഇതേ ഇവരോട് ഡിസ്കസ് ചെയ്തു, നമുക്ക് ഈ സാധനം ഒന്ന് ഫ്രാഞ്ചൈസ് ചെയ്തല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തല്ലോ, ഈ ഐഡിയ അടിപൊളിയാണ്, പക്ഷെ ഞാനിത് സെല് ചെയ്ത് തരാം. അങ്ങനെ ക്രെക്ക് ഇവരുടെ പാർട്ട്ണർ ആവുന്നു. ഇവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ഇത്ര റവന്യൂ തരും, ഇതിന്റെ ഫ്രാഞ്ചൈസി ഞാൻ വിൽക്കും. ക്രെക്ക് ഇതിനെ ഈ ഒരു കോൺസെപ്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നു, ഫ്രാഞ്ചൈസി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഏറ്റവും രസം വെച്ചാൽ ഈ 2 പേര് ഇതിൽ നിന്ന് ഔട്ട് ആക്കിയതല്ല, അവര് പൈസ വാങ്ങി ഇവര് പോകുന്നു. കാര്യം ഇത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നതാണ്. ഇന്ന് ഈ മാക്ഡൊണാൾഡ്സ് അറിയപ്പെടുന്ന ക്രെക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ ഓണർഷിപ്പിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫുഡ് ചെയിൻ ഔട്ട്ലെറ്റ്സ് ഉള്ള വൺ ഓഫ് ദ സ്ഥാപനമാണ് മാക്ഡൊണാൾഡ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രചാരത്തിൽ വരുന്ന, അമേരിക്കയിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ മാക്ഡൊണാൾഡ്സ് ബർഗേഴ്സും ഐസ്ക്രീംസും ഒക്കെ കിട്ടുന്നത്. നമ്മുടെ വലിയ വലിയ മാളുകളൊക്കെ ആയി തുടങ്ങി. ശരിക്കും ഈ ഒരു ഐഡിയ ക്രെക്കിന്റെ അല്ല. ഐഡിയ 2 ബ്രദേഴ്സിനാണ്. അവരുടെ പേര് ഞാൻ പറഞ്ഞത്, അവരുടെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ക്രെക്ക് എന്ത് ചെയ്തു? ആ 2 ബ്രദേഴ്സിന്റെ ഐഡിയാസിനെ വാങ്ങിയിട്ട് അദ്ദേഹം അത് നൈസായിട്ട് വിറ്റു. ഇന്ന് $1 ബില്യൺ വരുമാനമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ മാക്ഡൊണാൾഡ്സിന്റെ ബർഗർ ഇൻഡസ്ട്രി. ആൻഡ് ദ ഐഡിയ ഈസ് നോട്ട് ഓഫ് ഹിം.
പുള്ളി അത് പുള്ളി ഒന്നുമല്ലായിരുന്നു. ഇവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് പുള്ളിക്കും പ്രത്യേകിച്ച് ബിസിനസ് ഉണ്ടായാലും, പക്ഷെ പുള്ളി ആ ഐഡിയ വാങ്ങുന്നു, ചെയ്യുന്നു. നിങ്ങൾക്ക് വേറൊരു സീക്രട്ടും കൂടി അറിയോ? ഈ പറഞ്ഞ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊക്കോ കോളയുടെ റെസിപ്പി അറിയാലോ? ലോകത്തെ ഏറ്റവും വലിയൊരു സീക്രട്ട് ആണ് കൊക്കോ കോള എന്ന് അറിയോ? കൊക്കോ കോളയുടെ റെസിപ്പി ആർക്കും അറിഞ്ഞൂടാ. എന്ന് വെച്ചാല് ഇറ്റ്സ് നോട്ട് റിവീൽഡ്. കൊക്കോ കോളയുടെ സാധനം വന്നിട്ടുണ്ട്, കൊക്കോ കോളയുടെ റെസിപ്പി ആർക്കും അറിയില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതിന്റെ റെസിപ്പി, ഇതിന്റെ കൂട്ട് ഒരു കെമിസ്റ്റ്, ഒരു ലാബിൽ ഒരു കെമിസ്റ്റ്, അദ്ദേഹം ഒരു വെറൈറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കെമിക്കൽ കോമ്പോസിഷനും ഇതൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഇത്. ഈ ഒരു ഐഡിയ ഇവർ ഈ കോള ഉണ്ടാക്കുന്നു. ഈ ഐഡിയ അദ്ദേഹം വിൽക്കുന്നത് വെറും $1000 ഈ റെസിപ്പിയും കാര്യങ്ങളും എഴുതി കൊടുത്ത് ഒരു തുണ്ട് പേപ്പറിൽ, ഒരു വേസ്റ്റ് തുണ്ട് പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ഒരു ഡോക്ടറാണ് ഇദ്ദേഹം ഈ $1000 മേടിച്ചിട്ടാണ് കൊക്കോ കോളയുടെ, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും വെൽ നോൺ ബ്രാൻഡ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്ന കൊക്കോ കോളയുടെ റെസിപ്പി ഇദ്ദേഹം വാങ്ങിയത് വെറും $1000. സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് സം അതേഴ്സ്. വേറൊരാളുടെ ഐഡിയനെ നൈസായിട്ട് മാർക്കറ്റ് ചെയ്ത് കൊക്കോ കോളയുടെ നാസ്തി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദാറ്റ് മച്ച് ഹ്യൂജ്. അപ്പൊ നമ്മളും ജീവിതത്തിൽ എന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ എല്ലാ ഐഡിയയും നമ്മുടെ വേണമെന്നില്ല. നല്ല ആശയങ്ങളൊക്കെ വരികയാണെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പതുക്കെ പിടിക്കുക. ഇപ്പം സേഫ് സാർ ഉണ്ട്, ഇപ്പൊ നിങ്ങളിപ്പോ ബി മാജിക്കിലുണ്ട്. നമ്മളിപ്പോ ഒരു ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മുടെ ഐഡിയയിൽ തന്നെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വിൽ നെവർ ഗ്രോ. സോ നമുക്ക് മറ്റുള്ളവരുടെ ഐഡിയാസിനെ, ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന്റെ ഐഡിയാസ് എടുക്കാം. ഒരു ഐഡിയയും കൂടി ഞാൻ പറയാം. ഇപ്പൊ ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. കോൾഗേറ്റ് എന്ന് പറഞ്ഞ പേസ്റ്റ് മാർക്കറ്റിൽ വന്നു, അതിന്റെ സെയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയല്ല, സെയിൽ ഗ്രോ ചെയ്യുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാല് കുറെ പേര് സ്റ്റാഫിന് എല്ലാവരും കൂടി നമുക്ക് വി ഹാവ് ടു ഇൻക്രീസ് ദ സെയിൽ. എല്ലാവരുടെ ഐഡിയ എടുത്തു, എങ്ങനെയാണ് നമുക്ക് സെയിൽ കൂട്ടാൻ പറ്റുക? ഇറ്റ്സ് ബിക്കം എ വെരി ഗുഡ് ബ്രാൻഡ്, പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് സെയിൽ കൂട്ടാൻ പറ്റുക? ഓരോരുത്തരും ഓരോ ഐഡിയ പറഞ്ഞു. നമുക്ക് ഇതിന് അഡ്വർടൈസ്മെന്റ്സ് കൂട്ടാം, ബ്രാൻഡ് അംബാസഡേഴ്സിനെ കൊണ്ടുവരാം, അവരെ ചെയ്യാം, ഇവരെ ചെയ്യാം. നമുക്ക് എന്തായാലും സെയിൽ കൂടണം, അതായത് കൺസപ്ഷൻ യൂസേജ് കൂടണം. അപ്പൊ എല്ലാവരും ഉണ്ട് ഇവരുടെ ഗ്രൂപ്പിൽ. അപ്പൊ അവിടെ ഒരു ഓഫീസ് ബോയ് ആയിട്ടുള്ള ഒരാള് ഇരുന്ന ഒറ്റ ഡയലോഗാണ്, നമുക്കതിന്റെ വാവട്ടം അങ്ങോട്ട് കൂട്ടിയാൽ പോരെ എന്ന് വെച്ചാല്. അതുവരെ കൊക്കോള പേസ്റ്റ് അറിയാലോ, കുറച്ച് പേസ്റ്റ് മതി നമുക്ക് പല്ല് തേക്കാൻ. അപ്പൊ അവരിങ്ങനെ ചെറിയൊരു ഹോളാ കൊടുത്തിരുന്നത്. ചെറിയൊരു ഹോളിൽ നിന്നാണ് ഈ പേസ്റ്റ് പുറത്തേക്ക് വന്നിരുന്നത്. അത്രയും പേസ്റ്റ് മതി. ഇവരെന്നിട്ട് ഈ പരസ്യം ഇങ്ങനെ കൊടുക്കൂല. അപ്പൊ ഇയാള് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇതിന്റെ വട്ടം കൂട്ടിക്കൂടാ? ഇത് കിങ് ലെയർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇത് ഇവര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഐഡിയ. അങ്ങനെ ഒരു ഓഫീസ് ബോയ് പറഞ്ഞ ഒരു ഐഡിയയിൽ പെട്ടെന്ന് അവർക്ക് ഐഡിയ ക്ലിക്കായി. അവരെന്തെന്ന് വെച്ചാൽ പേസ്റ്റിന്റെ വലിപ്പം കൂട്ടി, ഒപ്പം തന്നെ ഇതിന്റെ വാവട്ടവും കൂട്ടി. അപ്പൊ അതുവരെ പേസ്റ്റ് ഒരു സൈഡിൽ നിന്ന് വലിച്ച്, നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യുന്നത്, അതായത് ബ്രഷിന്റെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ നമ്മൾ വലിക്കും. വാവട്ടം ഇത്രയുണ്ടെങ്കിലും ഈ വലി നമ്മൾ വലിക്കും. ഹ്യൂജ് ചേഞ്ച്. $1 ബില്യൺ ബിസിനസ് ആണ് അവർക്ക് കൂടിയത് ഈ ഒരു ജസ്റ്റ് ഒരു ഹോളിന്റെ വലിപ്പം കൂട്ടിയ വകുപ്പിൽ. സോ ദിസ് ഈസ് അതർ പീപ്പിൾ ഐഡിയ. എങ്ങനെ നമ്മൾ അത് എടുക്കുന്നു, നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ബൃഹത്തായ കാര്യം. ഇനി 2-3 കാര്യങ്ങൾ കൂടി ഉണ്ട്. എനിവേ 6:15 ഒറ്റ കാര്യം കൂടി പറയാം. പിന്നെ നമ്മള് അതേഴ്സ് പീപ്പിൾ മണി, പൈസ നമുക്ക് ഇപ്പൊ നമുക്കറിയാം, ലോകത്ത് തുടങ്ങിയ ഭൂരിഭാഗം ബിസിനസ്സും അവരുടെ കാശ് കൊണ്ട് തുടങ്ങിയതല്ല. നമ്മളിപ്പോ ഇന്നിപ്പോ നമ്മൾ ഇത്രയും പേര് മോട്ടിവേഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ മാജിക്കിൽ ഇരിക്കുന്നുണ്ട്. പലരും ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ കയ്യിൽ കാശില്ല അതുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഇഫ് യു ഹാവ് എ വെരി ഗുഡ് ഐഡിയ, ഇഫ് യു നോ ഹൗ ടു എക്സിക്യൂട്ട്, യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഈവൻ ബാങ്ക് ക്യാൻ ഗിവ് യു ദ മണി. നല്ലൊരു ഐഡിയ ആയിട്ട് നിങ്ങളൊരു പ്രോജക്റ്റ് ആയിട്ട് ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നിസ്സാര പലിശ 10% കൊടുത്താൽ മതി. നിങ്ങളുടെ റിട്ടേൺസ് 20, 30, 40 ടൈംസ് ആയിരിക്കും. എന്നുവെച്ചാൽ ബാങ്ക് ലോൺ എടുത്ത് കൂട്ടുന്നതല്ല. അല്ലെങ്കിൽ ആൾക്കാർ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ നല്ല ബിസിനസ് ഐഡിയകൾ ഉള്ളവരൊക്കെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാണ്. ഇപ്പൊ വെഞ്ചർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, നല്ലൊരു ബിസിനസ്, ഇപ്പം സേഫ് സാറിന്റെ ഇത് നന്നായിട്ട് പോകുന്നു, ഓക്കെ, അവരുടെ സ്ഥാപനം നന്നായിട്ട് പോകുന്നു. കുറെ സമയത്ത് ആൾക്കാർ ഇതിനകത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റാൻഡ് ചെയ്യും. ഇത് വളരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ സുക്കംബർഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സുക്കംബർഗ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി. അദ്ദേഹം അന്നത്തെ പേപാൽ എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ ആളുടെ അടുത്ത് എന്നിട്ടാണ് പറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹമാണ് പണം ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം
ഇതിനെ വേറൊരു നെക്സ്റ്റ് ലെവലിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്ത് ഇന്ന് ഫേസ്ബുക്ക് ഇന്ന കാണുന്നതെന്ന് വെച്ചാൽ അതർ പീപ്പിൾ മണി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ എൻ്റെ കയ്യിൽ കാശില്ല, ഞാനിതൊന്നും ചെയ്യില്ല എന്ന് വെച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. ഞാൻ പറ്റുവാണെങ്കിൽ അടുത്ത 2 പോയിന്റ്സും കൂടി അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ച ഒറ്റ കാര്യം ഇതുള്ളൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ലീഡർ, യു നോ ഹൗ ടു യൂട്ടിലൈസ് അതേഴ്സ് ടൈം, അതേഴ്സ് വർക്ക്, അതേഴ്സ് മണി. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയും. അതാണ് ഒരു ലീഡറിന്റെ ജോബ് എന്ന് പറയുന്നത്. അതല്ലാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യും, എല്ലാം എൻ്റെ ഐഡിയ ആണ്, എൻ്റെ മാത്രം ഐഡിയ ആണ് എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. നേരത്തെ ഒറ്റ വാചകം കൂടി ഓർക്കുക. ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ്, ഗോ അലോൺ. ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ, ഗോ ആസ് എ ടീം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓസ്റ്റിൻ Thank you. സാർ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഇനി ഫീഡ്ബാക്ക് സെക്ഷൻ ആണ്. ഇപ്പൊ ഫീഡ്ബാക്ക് പറയാനുള്ള ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരിക. സിന്ധു മാമിനെ ഏൽപ്പിച്ചേനെ. സിന്ധു മാമിനെ കാണാനില്ല. ഇന്ന് കാണാനൊക്കെ ഉണ്ട്. സിന്ധു മാം വെറുതെ അല്ല ക്യാമറ ഒക്കെ ഓൺ ആക്കി ഫുൾ ടൈം ഞാൻ വിചാരിച്ചു ഓക്കെ ഓക്കെ ഓക്കെ. ഫീഡ്ബാക്ക് പറഞ്ഞു. റസാഖ് സാർ പറയുന്ന ഈ വാട്സപ്പ് തുടങ്ങിയ ഉടനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആളാണ്. പക്ഷെ ഈ വാട്സപ്പ് വിറ്റപ്പോള് നല്ല സംഖ്യക്കാ, ചെറിയ സംഖ്യക്കൊന്നും അല്ല കേട്ടോ, നല്ല സംഖ്യക്കാണ് ഇത് വിറ്റത്. നല്ല സംഖ്യക്ക് വിറ്റപ്പോ അന്നത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ അറിയാം? 1 രൂപയാണ് ഒരു ദിവസത്തേക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കാനും, ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കാൻ 1 രൂപ ഇന്റർനെറ്റിന് അന്ന് ചെലവാണ്. 1 രൂപ. 1 രൂപ നമ്മള് അത് അങ്ങനത്തെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു ഐഡിയക്കൊക്കെ. ഒരു ദിവസത്തിന് 1 രൂപ ഉണ്ടായാൽ എത്ര വേണമെങ്കിലും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ യൂട്യൂബ് കാണാൻ കഴിയില്ല. യൂട്യൂബ് കാണണമെങ്കിൽ വേറെ നെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജിൽ ഞാനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് വിൽപ്പന നടക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചത് എന്താ അറിയോ? ഒരു ദിവസം 1 രൂപയെ കിട്ടുന്നുള്ളൂ ഒരാള് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളെടുത്തുനിന്ന്. അങ്ങനെ എത്ര പേര് ഉപയോഗിച്ചാലും ഒരു ദിവസത്തേക്ക് 1 രൂപ കിട്ടിയിട്ട് ഇത്രയോ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് എന്തിനാണ് ഇത് വാങ്ങേണ്ടത് എന്നുള്ള നമ്മളെ ചിന്തയിൽ വന്നത്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ സിറ്റുവേഷനേ അല്ല. അത് മാത്രമല്ല, ഇന്ന് നെറ്റിന് തന്നെ പൈസ കൂടി. അന്നത്തെ നെറ്റിന്റെ പൈസ അല്ല എന്നുള്ളത്. എന്നൊക്കെ പറഞ്ഞാല് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏകദേശം 300 രൂപയോളെങ്കിലും അടക്കണം ഒരു മാസം ഉപയോഗിക്കണമെങ്കിൽ. അതിലെല്ലാം പെടും മാത്രം. അതിൽ ഒന്നായിട്ട് മിക്സഡ് ആക്കിയാൽ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്കും വാട്സപ്പും എങ്ങനെയായാലും ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു 2 GB എങ്കിലും കിട്ടണമെങ്കിൽ ഒരു 300 രൂപയെങ്കിലും 240 രൂപ ഒക്കെ 260 രൂപ ഒക്കെ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോ അന്നത്തെ ആ സിറ്റുവേഷൻ പോയി ഇന്നത്തെ സിറ്റുവേഷൻ വരും എന്ന് അവർ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഈ ബിസിനസ് ഒക്കെ ഇത് സെയിൽസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ഐഡിയ അവരുടെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് അവർക്ക് സെയിൽസ് ചെയ്യാൻ കഴിഞ്ഞില്ല. സെയിൽസ് ചെയ്യാൻ കഴിയുന്നത് ഇവർക്ക് മാത്രമാണ്. എല്ലാ സംഭവത്തിനും കൊക്കക്കോലന്റെ ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ കൊക്കക്കോല ലോകം മുഴുവൻ എത്തിക്കാനുള്ള പ്ലാനിങ് ഇവരെടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ ഐഡിയക്ക് പ്ലാനിങ് ഉണ്ട്. ഐഡിയ ഉള്ളവർക്ക് രക്ഷപ്പെടണം എന്നില്ല. ഐഡിയ വാങ്ങുന്നവരാണ് ശരിക്കും ബിസിനസ്സുകാര്. എന്തായാലും നല്ലൊരു ചിന്തിക്കാനുള്ളൊരു വിഷയമായിരുന്നു നമുക്കൊക്കെ കച്ചവടത്തിന്റെ. പിന്നെ ഈ എഡിറ്റിംഗ് എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്. എഡിറ്റിംഗ് നല്ല ചെയ്യണുണ്ടല്ലേ? എല്ലാ ക്ലാസ്സിലും എഡിറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ അതല്ല, ഇന്നത്തെ കാലത്ത് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഭയങ്കര അത്യാവശ്യമാണ്. ഞാനിപ്പോഴും തുടങ്ങിയിട്ടില്ല, മടി പിടിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തായാലും സോഷ്യൽ മീഡിയ പ്രസൻസ് കഴിഞ്ഞ ദിവസം ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അയാളും പറഞ്ഞു, ഓസ്റ്റിൻ സാർ നിങ്ങൾക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രസൻസ് കൂട്ടണം, ഇല്ലാതെ കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ നമ്മളൊക്കെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാല് എനിക്ക് ശമ്പളം തരുന്നൊരു കമ്പനി ഉണ്ട്. അപ്പോ നമ്മൾ പിന്നെ വല്ലാണ്ട് കയറി കളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ പറഞ്ഞിട്ട് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഞാൻ സാറിനൊരു വീഡിയോ ഇട്ടിരുന്നു, ഞാൻ കണ്ടു. ഓക്കെ, ഞാനും ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു റസാഖ് സാർ. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ? ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ.
മണി സാർ പറഞ്ഞു. പറയും. സാർ മാജിക് മോർണിംഗ്. മോർണിംഗ് സാർ. സാർ നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അത് നമ്മൾ ലീഡേഴ്സ് ആയാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ ഈ ക്വാളിറ്റി നമ്മളെ ഒരു ലിമിറ്റഡ് ആയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മളെ ഐഡിയാസ് അല്ല ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരും കൂടി സഹായം കൊണ്ട്, അതായത് ഡെലിഗേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് വളരെയേറെ ശക്തമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അത് സാറ് പറഞ്ഞ ഐഡിയ, ഈ W ടൈം പ്രത്യേകിച്ച് പറയാം, വർക്ക്, അതുപോലെ ഈ നമുക്ക് ഈ ടൈം, ഐഡിയ, മണി അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെക്കാട്ടിയും കൂടുതൽ ഐഡിയാസ് പലതും മറ്റുള്ളവരിലുണ്ടാവും. സാറ് പറഞ്ഞ മാതിരി ആ കോൾഗേറ്റിന്റെ പരസ്യത്തിലുള്ള ആ ഓഫീസ് ബോയ്ക്ക് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരാൻ പറ്റിയാൽ മറ്റുള്ള ആൾക്കാർക്കും പലതരം സെക്ഷനിൽ പലതരം ഐഡിയാസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് പണത്തിന്റെ കാര്യവും സാറ് പറഞ്ഞത്, നമ്മൾ ടൈമിന്റെ കാര്യം. അപ്പൊ ടൈം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫ്രീ ആയിരിക്കും, നമ്മൾക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ടോട്ടലി എല്ലാം തലേ കയറ്റുന്ന സമയത്ത് ആകെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഫ്രീ ആകാനും സമാധാനത്തോടെ ജീവിക്കാനും അതിലപ്പുറം ഒരുപാട് ഐഡിയാസിലൂടെ നമുക്ക് കൂടുതൽ ബിസിനസ് ഉയർച്ചയിലേക്ക് നയിക്കാനും പറ്റും. പല ഐഡിയാസ് സാർ പറഞ്ഞ പോലെ കൊക്കോക്കോലയുടെ ഐഡിയയും സ്കൻബർഗിന്റെ വാട്സപ്പിന്റെ അതൊക്കെ വളരെ മനോഹരമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുടെ ഒരു സഹകരണം, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുക വർക്ക്. എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ട് നേരം കിട്ടൂല, 24 മണിക്കൂർ മതിയാവില്ല. അപ്പം ട്രാൻസ്പോർട്ട് ആയാലും ശരി, അഡ്വർടൈസ്മെന്റ് ആയാലും ശരി, മാർക്കറ്റിംഗ് ആയാലും ശരി, സെയിൽസ് ആയാലും ശരി, എല്ലാം നമുക്ക് ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ കയ്യിൽ ഒതുങ്ങൂല എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുന്നുള്ളത് വളരെ കറക്റ്റാണ്. നല്ല ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഷാജൻ എന്നിട്ട് സാർ. ഷാജൻ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ബസ് സാർ നല്ല ക്ലാസ് ആയിരുന്നു. ബിസിനസ് നമ്മുടെ ആ മേഖലയാണല്ലോ, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റുകളാണ് സാർ പറഞ്ഞത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാർ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരൊക്കെ ഞാൻ ചെയ്താലേ ശരി എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഞാൻ ചെയ്തു കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ആവുള്ളൂ. പക്ഷെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ്, അത് കറക്റ്റ് ആണത്. നമ്മളൊരാൾ മാത്രം വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ബിസിനസ് ഡെവലപ്പായി വരില്ല. അത് വളരെ വലിയൊരു പോയിന്റാണ്. ഇപ്പോ മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് തുടക്കത്തിൽ അവർ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ലോസുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാനത് കുറച്ചിടെയായിട്ട് അത് ചെറിയൊരു ചേഞ്ചസ് വരുത്തി നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു 10% ഈ ലോസിലേക്കായിട്ട്, ലോസ് വരുന്നതിനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അവിടെ വരുന്ന വീഴ്ചകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പൊ അത് കുറച്ച് നാൾ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഒരാൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മക്കള് മീൻ മേടിക്കാൻ പോണ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അവർ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടെടുക്കാൻ പറ്റും. അതുവരെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതില് വരുന്നത് ഒരാളെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ, നമ്മുടെ കമ്പനിയിൽ ഒരാളെ പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ആള് വിട്ടു പോകുമ്പോഴാണ്, ഇപ്പൊ നേരത്തെ ഹോസ്റ്റൽ സാർ പറഞ്ഞല്ലോ, ഹോസ്റ്റൽ സാർ പറഞ്ഞ പോലെ തന്നെ അവരുടെ കമ്പനിക്ക് ദോഷമാണെന്ന് പറഞ്ഞല്ലോ അവിടെ വിട്ടു പോകുമ്പോൾ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലൊരു നഷ്ടം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക്സ് സാർ. താങ്ക് യു ഷാജൻ സാർ. താങ്ക് യു. ഞാരാ അടുത്താള്? സമയോടായിട്ട് നമുക്ക് ഇനി 25 മിനിറ്റ് കൂടി ഉള്ളൂ. ദിവ്യ. ദിവ്യ മാം പറയൂ. ഹലോ, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഇതിന് മുന്നേ ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെയധികം ഞാൻ എക്സോസ്റ്റഡ് ആയിരുന്നു. എല്ലാ വർക്കുകളും ഞാൻ തന്നെ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സമയത്ത് വളരെയധികം എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോ ഇപ്പോ ജോലികൾ കുറേശ്ശെ നമ്മളുടെ അടുത്ത ആൾക്കാർക്കും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് 10 വട്ടം ചോദിക്കാൻ വരും, 11ാമത്തെ വട്ടം തെറ്റിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോ കുഴപ്പമില്ല, കറക്ഷൻ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മളുടെ ടൈമിങ്ങും നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേറെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ സജിൻ സാർ പറഞ്ഞ പോലെ തന്നെ
നമ്മുടെ സെയിൽസിൽ ഇതുപോലെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആള് കമ്പനിയിൽ നിന്ന് പോയ സമയത്ത് വേറൊരു വ്യക്തി കിട്ടുന്ന വരെ സെയിൽസ് വളരെ കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് പോയ സമയത്ത് ഞാനിങ്ങനെ സാറിന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആളോട് തന്നെ നമുക്ക് പറയാം, അതിലൂടെ നമുക്ക്, അതായത് വാട്സപ്പ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ നമുക്ക് അവരോട് തന്നെ നമുക്ക് പറയാം എങ്ങനെയാണ്. അപ്പൊ അവര് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ, എങ്ങനെയാണ് സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മോഡിഫിക്കേഷൻസ് ചെയ്തു. പിന്നെ എന്നിട്ട് അവരത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആളെ നമുക്ക് ഇതാക്കി തന്നു. അപ്പോ അതിലൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളുടെ ഒരു സെയിൽസ് ആ സമയത്ത് ഡൗൺ ആയ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. വെബ്സൈറ്റിന്റെ ആൾക്കാര് നല്ല ഒരുവിധം നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പോ നമ്മൾ തന്നെ കുത്തിയിരുന്ന് ചെയ്യുന്നതിനേക്കാൾ ഭേദം നമ്മള് കുറേശ്ശെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അവരിലൂടെ ഉണ്ടാവുന്ന ഹെൽപ്പ് നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ സെയിൽസിലായാലും ഈവൻ എല്ലാ കാര്യത്തിലും നമുക്ക് ഉയർച്ച കിട്ടുന്നതെന്ന് വേണം പറയാൻ. അപ്പൊ അതുപോലെ തന്നെ ഈവൻ വീട്ടിലും ഇപ്പോ മോനോട് ഞാൻ പറയും, നിനക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പൊ കുറേശ്ശെ ഈവൻ എന്താ പറയാ, ഡ്രസ്സ് വാഷ് ചെയ്യുന്ന കാര്യത്തിലായാലും 1-2 ആഴ്ച അവൻ ചെയ്യാറേ ഇല്ല. അപ്പൊ ഞാൻ പറയും, ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, നീ തന്നെ ചെയ്യാ. അപ്പൊ അഴുക്കായാലും അവിടെ തന്നെ കിടക്കും. അപ്പൊ ആള് പറയും, ഈ അമ്മനെ കൊണ്ട് തോറ്റു. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ നീ വലുതായി, ഇനി നീ വല്ല ഹോസ്റ്റലിലേക്ക് പോകുമ്പോ നിനക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോ ഇപ്പൊ അവനത് റുട്ടീനായി. അപ്പൊ നമ്മള് റുട്ടീനായിട്ട് നമുക്കൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡെയിലി റുട്ടീനായിട്ട് മാറും. അതാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ, താങ്ക് യു. ഇനി ആരും ഇല്ല തോന്നുന്നുണ്ട്. ഞാനും പറയൂ. സാർ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. ഞാൻ ഈ പറയുന്ന പോലത്തെ ഇങ്ങനെ ഒരു ടൈപ്പാണ്. ഞാൻ തന്നെ എല്ലാ കാര്യവും ചെയ്താലേ അത് നന്നാവുള്ളൂ, അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ നമുക്ക് നമ്മുടെ ഒരു സമയം വേറൊരു നല്ലൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോകും. അത്രയ്ക്ക് നമ്മൾ ശരിക്കും അങ്ങ് ടയേർഡായി പോകും. അപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ടതിലൂടെ മനസ്സിലായി, നമ്മൾ മറ്റുള്ളവരുടെ അവരുടെ ടൈമും വർക്കും ഒക്കെ ഉപയോഗിക്കുക. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴൊക്കെ ഞാൻ കുറേശ്ശെ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഒരു വലിയൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കുറെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്ത് ഒതുക്കി വെച്ചിട്ട് അതിലേക്കുള്ള ഒരു വലിയൊരു കാര്യം ഞാൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ടതിൽ കൂടി ബാക്കിയൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ മനസ്സിലായി സർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഷൈനി മാം, ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പം ജോയ ലുക്കാസ് 135 ഷോറൂം പുള്ളി തന്നെ നോക്കാൻ നിന്ന് ഞാൻ എങ്ങനെ നടക്കും? 135 ഷോറൂം എന്റെ അടുത്ത് മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ബിസിനസ്. ലുലു എത്രയോ ഷോപ്പിംഗ് മാൾസ് നടക്കുന്നു. ഇതൊന്നും യൂസഫ് അലി നേരിട്ടല്ല ചെയ്യുന്നത്. സോ ഇഫ് യു ക്യാൻ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അവരെ കുറിച്ചൊക്കെയാണ്. അവരൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തില്ല? ഹീ ക്യാൻ, ഷീ ക്യാൻ, വൈ കാൻഡ് ഐ? നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അവനും അവൾക്കും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ റിലയൻസ് വെരി ഗുഡ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഫോൾ ഇൻ ടു അവർ പ്ലേസ്. താങ്ക് യു. താങ്ക് യു ഷൈനി, താങ്ക് യു. ഞാനും ഇങ്ങനെ തന്നെയാണ്. എന്റെ ആൺകുട്ടികളെ തന്നെ ജോലിയുള്ള കാരണം നമുക്ക് വീട്ടിൽ വന്നിട്ടെല്ലാം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെ കിച്ചൺ വർക്കൊക്കെ പഠിപ്പിച്ചത് കാരണം അവർക്ക് ഇപ്പൊ ഇന്ന് വിദേശത്തൊക്കെ പോയപ്പോ അടുക്കളയിൽ കയറി ഒറ്റയ്ക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊച്ചിലെ പഠിപ്പിച്ചത് കൊണ്ട് അവർക്ക് അത് വളരെ പ്രയോജനമായി. അതുപോലെ തന്നെ നമ്മളൊരു ലീഡറായി നിൽക്കുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള ആളുകളെ കൊണ്ട്, കാരണം അവർക്കും കുറെ ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവരെ കൊണ്ടും കൂടി ചെയ്യിക്കുമ്പോൾ നമുക്കും അതിനൊരു അതിന്റെ ഒരു ഗുണം നമുക്കും കിട്ടും എന്നുള്ളതാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. 6:05 കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സാർ. താങ്ക് യു. താങ്ക് യു സർ. പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു.